ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം മാങ്ങ സീസണാണ്. നമ്മൾ പല വെറൈറ്റിയിലും മാങ്ങച്ചാർ ഉണ്ടാക്കി വെക്കാറുണ്ട്. കൂടുതലായിട്ടും കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാറ്. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തുള്ളി വിനാഗിരി ചേർക്കാണ്ട് ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറാണ് റെഡിയാക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ആയാൽ പോലും 2-3 മാസമൊക്കെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇത് കഴുകി തുടച്ചെടുത്തേക്കണ മാങ്ങയാണ് കേട്ടോ. ഇനി നമുക്ക് നുറുക്കിയെടുക്കാം. ഇത് തൊലി കളയാനുള്ള കാരണം ഇൻസ്റ്റൻറ്റ് അച്ചാറാകുമ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കിത് നുറുക്കിയെടുക്കാം. നീളനെയാണ് ഞാൻ മാങ്ങ നുറുക്കണേ. ഇതുപോലെ നീളനെയാണ് കേട്ടോ നുറുക്കണത്. വേണ്ടില്ല, ഇത്രയും തിന്നാവണം മാങ്ങ നുറുക്കുമ്പോൾ. മാങ്ങയൊക്കെ നുറുക്കി എടുത്തുട്ടാ. ഞാൻ നീളനെയാണ് നുറുക്കി വെക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതനുസരിച്ച് നുറുക്കിക്കോളും. നുറുക്കുമ്പോൾ തൊലി കളഞ്ഞാൽ മതി. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാങ്ങ പഴുത്തതല്ല കേട്ടോ, നല്ല പുളിയുണ്ട്. കളർ മാത്രമേ ഇതിന് ഇങ്ങനെ ഉള്ളൂ. 2 മാസത്തോളം നമുക്ക് പുറത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റുമെന്ന്. എടുക്കുമ്പോഴൊക്കെ വെള്ളം ആവാണ്ടും കാറ്റ് കയറാണ്ടും നോക്കിയാൽ മതി കേട്ടോ. അച്ചാർ പൂത്തു പോവില്ല, കേട് വരില്ല. അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. വറക്കാനുള്ളതൊക്കെ വറുത്ത് പൊടിക്കാം. പാനിലേക്ക് 4 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. 1, 2, 3, 4. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. കടുക് റെഡിയായി. നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഉലുവ റെഡിയായി. പാനിൽ മാറ്റുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പാൻ നല്ല ചൂടായിരിക്കുക. ആ ചൂടായ പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാണ് കേട്ടോ. ചൂടായ പൊടി നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. കടുകും ഉലുവയും നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അച്ചാർ വറുത്തിടാനായിട്ട് പാനിലേക്ക് ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ഇത്തിരി കൂടുതൽ എടുത്തോളൂ കേട്ടോ. നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഈ അച്ചാറിൽ നമ്മൾ ജീരകം ചേർക്കൂട്ട. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 4 ചുവന്നമുളക് കീറിയിട്ട് ഇടുന്നുണ്ട്. ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. നമ്മൾ പൊടിച്ച് വെച്ചേക്കണ കടുകിൻ്റെ പൊടി ചേർക്കാം. ചൂടാക്കി വെച്ചേക്കണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കാത്ത കാരണമാണ് നമ്മൾ ഇത്ര എണ്ണ കൂടുതൽ ചേർത്തേക്കണത്. എണ്ണ കുറഞ്ഞു പോയി അച്ചാർ കേട് വരും. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ച വെള്ളം മാങ്ങയിലേക്ക് ചേർക്കാം. ഈ എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് ലൂസാവും കേട്ടോ അച്ചാർ. നിങ്ങൾക്ക് നല്ലോണം ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1/4 കപ്പ് വെള്ളം തിളപ്പിച്ചൊഴിച്ച സ്ഥാനത്ത് നിങ്ങൾ 1/2 കപ്പ് ഒഴിച്ചോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ടേസ്റ്റാണെന്നുള്ളത്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.